എടാ ഹരി, എനിക്ക് ആ കടോൽക്കജനെ കണ്ടപ്പോ ഒരു പിടിയും കിട്ടിയില്ല. രാത്രി കക്കൂസിലിരുന്നപ്പോഴാ ഓർമ്മ വന്നത്. അന്ന് എയർപോർട്ടിൽ വെച്ച് ഈ കക്ഷി ഞാൻ കണ്ടിട്ടുണ്ടതാ. അയാളും അന്ധനുമായിട്ട് എന്താ ബന്ധം? രണ്ടുപേരും ബോംബെന്ന് ഒരു പ്ലെയിന് വന്നവരല്ലേ, അപ്പ പരിചയപ്പെട്ടതാവാം. അല്ലെ കണ്ണാടി വെച്ച് നടുറോട്ടിൽ നിൽക്കുന്നുണ്ട്, സഹാനുഭൂതി കൊണ്ടൊരു ബന്ധം തുടങ്ങിയതും ആവാം. അയ്യോ, ഞാനിപ്പോ ഒരാടാ ഹരി. ഓ തുടങ്ങി. ഇതൊക്കെ അമ്മാവന്റെ മനസ്സിന്റെ തോന്നല. അമ്മാവന്റെ വയറിനും തലയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല. എടാ, ഇത് ക്രോണിക് ബാച്ചിലേഴ്സിൽ വരുന്ന കൊളൈറ്റിസ് ആണടാ. എന്ത് കൊളൈറ്റിസ് എന്ന് പറഞ്ഞാലും അമ്മ പേടിച്ചോ? ഞാൻ പേടിച്ചില്ല. നീ? ഞാൻ പേടിച്ചില്ല. നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഞാൻ അകത്തോട്ട് പോട്ടോ? വേണ്ട, വന്നേ. ധൈര്യമായിട്ട് വരണം അമ്മാവാ. എടാ ഹരി, 45 കൊല ചെയ്തിട്ടുള്ള ഒരുത്തൻ ജയിലിൽ നിന്നലെ പുറത്തിയാടത് പത്രത്തിലുണ്ട്. ഓരോന്ന് പറഞ്ഞ് വരട്ടല്ലേ, പറഞ്ഞേക്കാം. അമ്മാവ, ഒരു വടിയും എടുത്തേ. എന്തിനാടാ പുലിവാലിന് പോകുന്നത്? വടി ഇങ്ങനെ എടുക്കാനാ പറഞ്ഞു. കക്കൂസി പോണവിടാ. ഇനി വെളുപ്പിന് പോയാ മതി. ഓ, ഇനി അതിന്റെ ആവശ്യമില്ല. പോയി നീ എന്താ ഇവിടെ പാത്തും പതുങ്ങിയൊക്കെ? എല്ലാം വിശദമായിട്ട് പറയാം. അയ്യോ, എന്താ ഇവിടെ ശബ്ദം കേട്ടത്? തേങ്ങ വീണതാ. അതെ അമ്മേ, അമ്മാവന്റെ വയറ്റിലൊരു തേങ്ങ വീണതാ. കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട. പിന്നെ ഇത് മഹേഷ്, എന്റെ കൂട്ടുകാരനാ. ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മേ, കുടിക്കാൻ എന്തെങ്കിലും എടുത്തോളാം. മഹേഷിന് നല്ല ക്ഷീണമുണ്ട്. ഇരിക്കും. പറ. ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നതാ. വഴിക്ക് വെച്ച് അച്ഛനെ കണ്ടു. അച്ഛന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ ഞാൻ മതിർത്തി ആടിയത്. നല്ല പാർട്ടി. നിങ്ങൾ അങ്ങനെ അടിക്കാൻ വന്നത്? ഇവൻ പറഞ്ഞ് കള്ളനാണ് കയറി പിടിക്കുന്നത്. ഞാനോ? അമ്മാവനല്ലേ പറഞ്ഞ് 45 കൊലപാതകം ചെയ്തു, ജയിലെടുത്ത് ചാടി. അതിപ്പോ ഈ അതൊക്കെ പോട്ടെ. നിന്റെ അച്ഛനുമായിട്ട് എന്താ പ്രശ്നം? ഒന്നും പറയണ്ട ഹരി, മൊത്തം പ്രശ്നം. മനസ്സിന് അല്പം പോലും ഇഷ്ടപ്പെടാത്ത ഒരു പെണ്ണിനെ എന്റെ തലയിൽ കെട്ടിവെച്ച് ഇറങ്ങുന്ന അച്ഛൻ ഒരേ നിർബന്ധം. അതുകൊണ്ട് കുറച്ചു ദിവസം വീട്ടിൽ നിന്ന് വിട്ടിരിക്കാന്ന് കരുതി. എനിക്കാണെങ്കിൽ മേഘയെ കണ്ടതിന് ശേഷം ആ സ്ഥാനത്ത് വേറൊരു പെൺകുട്ടിയെ കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. നീ ആ കൈ ഇങ്ങോട്ട് വന്ന്. എന്തിന്? ആ കൈ ഇങ്ങോട്ട് തരാൻ. എടാ, മേഘയുടെ കാര്യം സംസാരിക്കാൻ ഞാൻ നിന്റെ വീട്ടിൽ വന്നിരുന്നു. മേഘ വിവാഹത്തിന് സമ്മതിച്ചു. ഇനി നീ ഒന്ന് എസ് മുളിയാൽ ആ വിവാഹം ഓക്കെ. കേട്ടോ കേട്ടോ. എന്തു പറ്റി? കാണിക്കുന്നത് കോഴി മോഷ്ടിക്കാൻ വരുന്നവരാണ് പെണ്ണ് കാണാൻ വരുന്നത്. ഈ പെണ്ണ് കണ്ടെന്ന് എനിക്ക് ശീലമില്ല. ഇതൊക്കെ ശീലം ആയിക്കോളും. അമ്മാവ ആള് വളരെ ജോളിയാ. നീ പേടിക്കണ്ട. അവര് പറയാതെ ഇങ്ങനെ ഇരിക്കുന്ന അവര് ഇരിക്കാൻ പറഞ്ഞിട്ട് കിടത്തുന്ന നല്ല പോളിഷ് തറ. നമസ്കാരം. അനുഗ്രഹിക്കണം. എഴുന്നേക്കുഞ്ഞെ, കണ്ടു പഠിക്കടാ. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഈ വിനയം ഉണ്ടായിരുന്നെങ്കിലേ ലാലാ ലജ്പത് റോയ്, രാജാറാം മോഹൻ റായ്, താന്തിയ തോപ്പി, സർദാർ വല്ലഭായ് പട്ടേൽ, ഇവരൊക്കെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത കഥ അമ്മാവൻ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഞാൻ മഹേഷിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. വല്ലഭായ് പട്ടേൽ അതാര്? ആണോ? നീ പറഞ്ഞു കൊടുത്തില്ല. നീ പറഞ്ഞില്ല. പറഞ്ഞിട്ടുണ്ട്, പട്ടേലാരും പറഞ്ഞിട്ടുണ്ട്. ഞാനത് മറന്നുപോയതാ. മോന്റെ ത്യാഗ മനോഭാവവും സ്നേഹിക്കാനുള്ള മനസ്സും എനിക്ക് ഇഷ്ടായി. എന്റെ മോനെ മുജ്ജന്മ സുഹൃത. അമ്മാവ ചായ ആയി കാണൂ. ആ ഒരു ഒറ്റ വിചാരമുള്ളേ. അതൊന്നല്ല അമ്മാവ, ഈ പെണ്ണ് കാണല്ലേ ചായയും ബിസ്ക്കറ്റും. ഓ, അത് ശരിയാ. ദാക്ഷാണിയെ അമ്മായി നേരത്തെ ഒന്ന് വീഴാൻ പോയി മഹേഷ്, അതുകൊണ്ടാ തൊള്ളിയിട്ടതാ. ലോകത്തിന് ഭാരതത്തിന്റെ സംഭാവനയാണ് അഹിംസ. അതുകൊണ്ട് അഹിംസയിൽ നമ്മൾ അടിയുറച്ചു വിശ്വസിക്കണം. മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? അഹിംസയിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം എന്ന് മനസ്സിലായി. അച്ഛാ, സാറിന്റെ അച്ഛൻ ഇപ്പോഴും ചോദിച്ചിരിപ്പുണ്ടോ? ആ അച്ഛല്ല, ഇത് ഹിന്ദി അച്ഛ. ഹിന്ദി അച്ഛ. ശരി. അത് പറഞ്ഞപ്പോഴാ ഓർത്തെ. മഹേഷിന്റെ അച്ഛന്റെ അമ്മയുടെ പേര് പറഞ്ഞില്ലല്ലോ. അച്ഛന്റെ പേര് പത്മനാഭൻ തമ്പി. പുതിയടത്ത് പത്മനാഭൻ തമ്പി എന്ന് പറഞ്ഞാൽ എല്ലാരും അറിയും. താഴത്ത് കരയെന്ന് വിവാഹം കഴിച്ച പത്മനാഭൻ തമ്പി. അതെ. അപ്പൊ അച്ഛനെ സാറിന് അറിയാല്ലേ? അറിയാം. നിനക്ക് എങ്ങനെ ധൈര്യം വന്നാൽ എന്റെ വീട്ടിനകത്ത് കാലുകുത്താൻ? അമ്മ മിണ്ടിപ്പോട്. ഉണ്ണിത്താന്റെ പിടിവാശയെ കുറിച്ചൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. അയാൾ എന്നെ കുറിച്ച് പറഞ്ഞ എല്ലാം സത്യമാണ്. 8 വർഷം മുമ്പ് ഉണ്ണിത്താന്റെ പക്കൽ നിന്ന് 2 ലക്ഷം രൂപ ഞാൻ വാങ്ങിയെന്നുള്ള സത്യം തന്നെയാ. എന്തിനാണെന്ന് അറിയോ എന്നിട്ട്? അരവിന്ദാക്ഷന് നൽകാൻ. ഇവരുടെ അമ്മയുടെ ആങ്ങള അവന്റെ വീടിന് ജപ്തി നോട്ടീസ് വന്നപ്പോ മറ്റാരും ഉണ്ടായിരുന്നില്ല സഹായിക്കാൻ. അവൻ തൂങ്ങിച്ചാകാൻ പോയപ്പോ ഉണ്ണിത്താന്റെ പക്കൽ നിന്ന് ഞാൻ രൂപ വാങ്ങി. അത് സത്യം തന്നെയാ. എന്നിട്ട് ആ കാശ് അച്ഛൻ തിരിച്ചു കൊടുത്തില്ലെന്നാണല്ലോ? അതും സത്യമാ. 2 മാസത്തിനകം കാശ് തിരികെ കൊടുക്കാമെന്നേറ്റിരുന്ന അരവിന്ദാക്ഷന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. അപ്പൊ കാശ് തിരിച്ചു കൊടുക്കേണ്ട ചുമതല അയാളെ മക്കൾക്കാ. അവര് കൊടുത്തില്ല. പിന്നെ ഞാനെന്തോ ചെയ്യും? ഈ കാര്യം സാറിന് നേരിട്ട് അങ്ങോട്ട് പറയായിരുന്നില്ലേ?
പലതവണ പറഞ്ഞിട്ടും അയാൾ വിശ്വസിക്കണ്ടേ? ഞാൻ മനഃപൂർവ്വം പറ്റിച്ചെന്നാ ഉണ്ണിത്താൻ ധരിച്ചിരിക്കുന്നത്. അച്ഛൻ ഈ കല്യാണക്കാരി ഇഷ്ടമാണെങ്കിൽ അതങ്ങ് നടത്തിക്കൂടെ? ഉണ്ണിത്താന്റെ തെറ്റിദ്ധാരണയൊക്കെ മാറി അയാൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ആലോചിക്കാം. അതല്ല, അയാൾ ആ പിടിവാശി തന്നെ നിൽക്കുകയാണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനുമില്ല. അങ്കിൾ എന്നെങ്കിലും ഒരിക്കൽ എനിക്ക് ഈ ലോകത്തിലെ മനുഷ്യരെ കാണാൻ നോക്കുമോ? മനുഷ്യരെ കാണാതിരിക്കുന്ന രമേശ നല്ലത്. അതെന്താ അങ്കിൾ? എല്ലാം കാലമാടന്മാരാ. ആരെ കണ്ടില്ലെങ്കിലും എനിക്കെന്റെ മഞ്ജുള സിംഗിന് കണ്ണുനിറയെ കണ്ടാൽ മതിയായിരുന്നു. ഉം. ഈ ആശുപത്രിയിൽ സൗകര്യമായിട്ടും ജോലി ചെയ്യാൻ സമ്മതിക്കല്ലേ? ചേട്ടനൊന്ന് പുറത്തേക്ക് ഇറങ്ങി വരാമോ? നീ എന്നാ ഇപ്പോ ഇങ്ങോട്ട് വന്നത്? ചേട്ടനോട് ചില അത്യാവശ്യ കാര്യങ്ങൾ പറയണം. കാര്യങ്ങൾ പറഞ്ഞോ, പക്ഷെ മുഖത്ത് നോക്കി പറയണം. എന്ത് ഭാവിച്ചോണ്ടാ ഈ വാശി? ഓപ്പറേഷൻ കഴിഞ്ഞ് പോകുമ്പോ മേനോന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശ് രമേശന്റെ ഈ കൊടുത്തയക്കൂ എന്നത് ഞാൻ അവന് കൊടുത്ത വാക്കാ. അത് ഞാൻ പാലിക്കും. ഓ, ഞാൻ പറഞ്ഞു വന്ന അതല്ല, മേഘയുടെ കല്യാണക്കാര്യത്തെ പറ്റിയാ. എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാ അങ്ങനെ ഒരു ചെറുക്കനെ കണ്ടുപിടിച്ചെന്നറിയാവോ? ഇത് ആശുപത്രിയാ, നീ എന്നെ കൊണ്ട് ഒച്ച ഒപ്പിക്കരുത്. എന്റെ മോള് മൂത്ത് നരച്ചൊരു മൂലയിൽ ഇരിക്കേണ്ടി വന്നാലും ശരി, ആ തറവാട്ടിലേക്ക് ഞാൻ അവളെ അയക്കില്ല, ഉറപ്പാ. ഒന്നാമത് ജാതകദോഷം, രണ്ടാമത് കാലിലൊരു മിസ്റ്റേക്ക്. അങ്ങനെയുള്ളൊരു പെണ്ണിനെ കെട്ടാൻ ഇക്കാലത്ത് ഏത് കോന്തം വരും? ഒരു കോന്തം വരണ്ട. ഇപ്പൊ തയ്യാറായി വന്നിരിക്കുന്ന ഈ കോന്തം ഉണ്ടല്ലോ, ആ ചതിയൻ പൽപ്പനാവെന്നമ്മയുടെ മോൻ, അവൻ എന്റെ മോളെ കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. അല്ല ചേട്ടാ, ഇനി ഇത് പറയാൻ വേണ്ടി നീ ഇവിടെ വരണ്ട. ഞാൻ പറയുന്നത് കേട്ടാ. നേരെയും പോകാൻ വയ്യ, കുറുകയും പോകാൻ വയ്യ. അപ്പോ ഇപ്പോ പെണ്ണിന്റെ തന്തയാണ് പ്രശ്നം. ഈ പെണ്ണിന്റെ തന്തയും ചെറുക്കന്റെ തന്തയും തമ്മിലുള്ള തന്ത എന്ന ചന്ത വർത്തമാനം നിർത്തി ഡീസന്റ് ആയിട്ട് അച്ഛ എന്ന് പറഞ്ഞൂടെ. താനാരാ ഗുണ്ടത്തോ? ഗുണ്ടത്തിനെ പറ്റി അക്ഷരം പറയുക. ഹരി, നിന്റെ അമ്മാവനോട് എന്നിട്ട് പോകാൻ പറഞ്ഞു. പ്ലീസ് ഈ പ്രതികൂല സാഹചര്യം കണക്കിലെടുത്ത് മഹേഷിനെ ശത്രുവായി കാണുന്ന ഡോക്ടറെ കൊണ്ട് തന്നെ ഈ മഹേഷിനല്ലാതെ മറ്റൊരു തെണ്ടിക്കും എന്റെ മോളെ വിവാഹം കഴിച്ചു കൊടുപ്പിക്കില്ലെന്ന് പറയിപ്പിക്കണം. അത്രയല്ലേ ഉള്ളൂ. അതത്ര ഈസിയാണോ വെച്ചാ? കടുപ്പം തന്നെ, പക്ഷെ അതിന് ചില സൂത്ര പണികളുണ്ട്. എന്ത് സൂത്രം? മേഘയ്ക്ക് മഹേഷിന് ഇഷ്ടമായി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഉണ്ണിത്താൻ ഡോക്ടറെയാണ് മഹേഷിന്റെ കഴിവിനെ കുറിച്ച് ബോധ്യപ്പെടുത്തേണ്ടത്. സപ്പോസ് സ്വന്തം ജീവൻ വരെ അപകടത്തിലായിരിക്കുന്ന ഘട്ടത്തിൽ ഡോക്ടർ ഉണ്ണിത്താനെ ഒരു ചെറുപ്പക്കാരൻ വന്ന് സാഹസികമായി രക്ഷപ്പെടുത്തുന്നു എന്ന് കരുതുക. ആ ചെറുപ്പക്കാരനെ കുറിച്ച് ഡോക്ടർ ഉണ്ണിത്താന്റെ മനസ്സിൽ എന്തായിരിക്കും വികാരം? പുച്ഛം, സ്റ്റുപ്പിഡ് അല്ലേ? അഭിമാനം. അങ്ങനെ തന്റെ ജീവൻ രക്ഷിച്ച ആ ചെറുപ്പക്കാരൻ മകൾ സ്നേഹിക്കുന്ന ഒരാൾ കൂടിയാണെന്ന് അറിയുമ്പോൾ തന്റെ മകളുടെ ജീവിതം ആ ചെറുപ്പക്കാരന്റെ ബലിഷ്ഠമായ കരവലയങ്ങളിൽ ഭദ്രമാണെന്ന ഫാറിലേക്ക് തോന്നും. ഇത്രയൊക്കെ പ്ലാൻ ചെയ്യാൻ മാത്രം ഏട്ടന്റെ ജീവൻ അപകടത്തിലൊന്നും അല്ലല്ലോ. നമ്മൾ അപകടത്തിലാക്കുന്നു. അയ്യോ, അപകടത്തിലാക്കാനോ? ഇവനെ കടലിലെറിയാം. നമ്മൾ അദ്ദേഹത്തെ കിഡ്നാപ്പ് ചെയ്യുന്നു. അയ്യോ, കിഡ്നി മാറ്റി വെക്കാനോ? അല്ല, കിഡ്നി പുഴുങ്ങി തിന്നാവുന്ന. അല്ല, തട്ടിക്കൊണ്ടു പോകുന്ന നമ്മളന്ന് ഡോക്ടർ മനസ്സിലാക്കില്ലേ? നോ, വലിയ ക്രിമിനൽസ് എന്ന വ്യാജേനയാകും നമ്മളിതൊക്കെ ചെയ്യുക. എല്ലാം സമ്മതിച്ചു. പക്ഷെ ആരാണ് അമ്മാവനെ പൊക്കുന്നത്? മിസ്റ്റർ കരുണാകരൻ ഈസി ആയിട്ട് പൊക്കാവുന്നതേ ഉള്ളൂ. ആട്ടെ, ഡോക്ടർ ഉണ്ണിത്താൻ എന്ത് ഭാരം കാണും? ഒരു 300 കിലോ കാണും. 300 കിലോയോ? വല്യമാൻ എന്താ ഉപ്പിയാക്കാണോ? ഒരു 85 കിലോ വരും. ഇനിയിപ്പോ ഒരു 10 ആണെങ്കിലും പ്രശ്നമല്ല. ഇത് കണ്ടോ, ഒരു 6 മണിക്കൂർ നേരത്തേക്ക് സപ്തനാടികളും തളർത്താൻ ഈ ഇഞ്ചക്ഷൻ മതി. ശബ്ദം പുറത്തു വരികയുമില്ല. അവസാനം ഇതൊരു തീക്കളിയാവോ? തീ പിടിച്ചാൽ അണയ്ക്കാനും ഈ ജോൺ സാമുവിന് അറിയാം. അണച്ചാ മതി, ബാക്കി പറ. അങ്ങനെ കൃത്യം 12 മണിക്ക് ഇഞ്ചക്ഷൻ കൊടുത്ത് ഉണ്ണിത്താനെ പൊക്കി നമ്മുടെ അജ്ഞാത സങ്കേതത്തിൽ കൊണ്ടുവന്നിരുത്തുന്നു. മയങ്ങി കിടക്കുന്ന ആളെ ഇരിക്കുവോ? ഇരുന്നില്ല, കിടത്താൻ വിഷമിക്കണ്ട. നാളെ സുപ്രഭാതത്തിൽ അങ്ങേരെ കാണാതെ കൂട്ടനിലവിളി ഉയരും. തുടർന്ന് ഫോണിലൂടെ ശബ്ദം മാറ്റി 25,000 രൂപ മിസ്റ്റർ കരുണാകരൻ ചോദിക്കുന്നു. 25,000 തന്നെ വേണോ? 1000 പോരെ? വേണ്ട, 50 പൈസ ചോദിച്ചാ മതി. ചീപ്പാക്കല്ലേ അമ്മാവ? ഇല്ല, 25,000 തന്നെ ചോദിക്കാം. ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന വീട്ടുകാരോട് ഹരി പറയുന്നു, ഉണ്ണിത്താൻ ഡോക്ടറെ മോചിപ്പിക്കാനുള്ള ബുദ്ധിയും ശക്തിയും സൗന്ദര്യവും മഹേഷിന് മാത്രമേ ഉള്ളൂ എന്ന്. അതനുസരിച്ച് ഒരു ചില്ലി കാശ് പോലും മുടക്കാതെ മഹേഷ് ഉണ്ണിത്താനെ മോചിപ്പിക്കുന്നു. എങ്ങനെ?
അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ആ പിന്നെ രാത്രി 12 മണിക്ക് കഥക് തുറന്നിരുന്ന ജോലി മണിക്കുട്ടിയുടേതാണ്. അത് മിസ്റ്റർ കരുണാകരൻ ഏറ്റെടുക്കണം. ആ എല്ലാം വ്യക്തമായല്ലോ? വ്യക്തമായി. എന്നാലും സ്വന്തം ചേട്ടൻ ആദ്യമായിട്ടാണ് ഞാൻ തട്ടിക്കൊണ്ടുപോകുന്നത്. കർണേട്ട ഇങ്ങനെ സെന്റിമെന്റൽ ആവില്ലേ? എന്നാലും ഒരു ധൈര്യക്കുറവ് മഹേഷേ. ധൈര്യക്കുറവ് ചേട്ടാ പിടിപ്പിച്ചേ. ഇത് ഒരെണ്ണം വിട്ട് വെള്ളം ചേർക്കാതെ പിടിപ്പിച്ചേ. ധൈര്യമൊക്കെ താനങ്ങ് പോരും. ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല ധൈര്യം തോന്നണ്ടേ? കണ്ട ധൈര്യം വരുന്നുണ്ടാ?